ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേപ്പർ, അതായത് റിയൽ എക്സാം പേപ്പർ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ മോക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. സോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മോക്ക് എടുത്ത് കാണിക്കാം. ഓക്കെ, കുറേ മോക്സൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സോ നമുക്ക് ലാസ്റ്റത്തെ മോക്കിൽ നിന്ന് തുടങ്ങാം. ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് ആ ഒരു പേപ്പറിൽ വരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്, അല്ലാണ്ട് ഫുൾ മോക്ക് എടുത്തല്ല കാണിക്കുന്നത്. സോ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും എക്സാം ഹാളിൽ വരുന്നത്. സോ ഫസ്റ്റ് വരുന്നത് മേ ബി ഇംഗ്ലീഷ് ആവാം, അല്ലെങ്കിൽ റീസണിങ്, ഏത് വേണമെങ്കിലും ആവാം. ഏത് വരുമെന്ന്, അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് പോവരുത്. മേ ബി ചിലപ്പോൾ ഫസ്റ്റ് സെക്ഷൻ റീസണിങ് ആവാനൊക്കെ ചാൻസസ് ഉണ്ട്, അതൊന്നും സാരമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ കാണുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? കാണുന്നത് എറർ ഡിറ്റക്ഷൻ ആണ്. അപ്പോൾ എറർ ഡിറ്റക്ഷൻ അല്ല, വേർഡ് സ്വാപ്പ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, അത് വേർഡ് റീഅറേഞ്ച് ചെയ്യണം. ആദ്യം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കണം. ഇതിൽ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കറക്റ്റാണ് തപ്പേണ്ടതെന്ന്, ചിലപ്പോൾ ഇൻകറക്റ്റ് എന്നോ അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ കാണും. അപ്പോൾ തന്നിരിക്കുന്ന എന്താണ് ഇവിടെ തന്നിരിക്കുന്ന കണ്ടന്റ് എന്നുള്ളത് വായിച്ചു നോക്കുക. ദെൻ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. പെട്ടെന്ന് ഒരു 5 സെക്കൻഡ് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യണോ വേണ്ടിയോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അത് മാർക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ദെൻ നമ്മളുടെ ഒരു IBPSൻ്റെ എക്സാം എഴുതുമ്പോൾ, അതായത് നമ്മുടെ റിയൽ എക്സാം എഴുതുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ 1 2 കഴിഞ്ഞ് 3 ഇതുപോലെ സിമ്പിളായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് വിടുന്ന കൂട്ട് എക്സാം ഹോളിൽ ചെയ്യാൻ പറ്റില്ല. ഓരോ തവണ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ ഞെക്കുമ്പോൾ നമ്മുടെ സ്ക്രീൻ ഫുള്ളായിട്ട് ബൗൺസ് ചെയ്യും. അപ്പോൾ എന്താണ്, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് അത് മനസ്സിൽ കരുതി വേണം മോക്സ് അറ്റംപ്റ്റ് ചെയ്യാൻ. മോക്സ് അറ്റംപ്റ്റ് ചെയ്യുന്ന അത്രയും ഈസി ആയിരിക്കുകയില്ല റിയൽ എക്സാം ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചതല്ല, എന്നാലും ആ ഒരു ബൗൺസിങ് ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഓക്കെ, ദെൻ ഇപ്പോൾ ഒന്ന് തുടങ്ങുവാണെങ്കിൽ ആ ഒരു 5 ക്വസ്റ്റ്യൻസ് കോൺസിക്യൂട്ടീവായിട്ട് ആ ഒരു ടൈപ്പ് തന്നെയായിരിക്കും. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, ചെയ്തിട്ട് സേവ് കൊടുക്കുക. അഥവാ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ എന്ത് ചെയ്യുക, മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. ദെൻ സേവ് നെക്സ്റ്റ് കൊടുത്തിട്ട് പോവുക. ദെൻ പിന്നെ വന്നിട്ടുള്ളത് എന്താണ്, ഇതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കുക. 5 സെക്കൻഡ് മാത്രമേ അതിനെടുക്കാൻ പാടുള്ളൂ. ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് അത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, ഓക്കെ ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്യുക. സ്പീഡിൽ തന്നെ പോകണം, കാരണം പ്രിലിംസ് എന്ന് പറയുന്നത് ഒട്ടും സ്പീഡില്ലാത്ത, ഒട്ടും ടൈം നമ്മൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വേണം ചെയ്യാൻ. നോക്കുക, അടുത്തത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക, പോവുക. ദെൻ ഈ ക്വസ്റ്റ്യൻ ഇതൊരു ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുന്നു, പിന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക, പോവുക. ഒറ്റ ഇതിൽ തന്നെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ചെയ്യാനുള്ളതും എല്ലാ രീതിക്ക് തന്നെ ചെയ്ത് വരണം. ഈ ക്വസ്റ്റ്യൻ ഇത് കുറച്ച് ട്രിക്കി ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. ഒരെണ്ണത്തിന് കൊടുത്താൽ മതി, അതിൻ്റെ കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന എല്ലാം അങ്ങനത്തെയാണ്, നമുക്ക് അപ്പോൾ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് RC ആണ്. RCയുടെ അകത്തെ ക്വസ്റ്റിന് ഒരു മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തേക്കുക. ദെൻ പോവുക. അത് RC ഒന്നും നോക്കാനേ പോകണ്ട. അതിനിടയിൽ ഈ ഒരു വരുന്നുണ്ടല്ലോ ഇതുപോലെ, സിനോണിം ഒക്കെ വരുന്നത്, അങ്ങനെയുള്ളത് മാത്രം ഇതുണ്ട്. സിനോണിം ഓഫ് അബ്സോർപ്ഷൻ്റെ സിനോണിം അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, അത് മാത്രം മാർക്ക് ചെയ്യുക, പോവുക. ഞാനിപ്പോൾ കറക്റ്റ് ആൻസർ അല്ല മാർക്ക് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ദെൻ അടുത്ത് എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. ആൻസർ മാർക്ക് ചെയ്യുന്നു, പോകുന്നു. ഇത് നോക്കുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ എല്ലാ ഓപ്ഷനും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എല്ലാ ഓപ്ഷൻ ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ആക്യുറേറ്റ് ആയിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നോക്കുന്നു, ചെയ്യുന്നു, നോക്കുന്നു, അറിയത്തില്ലാത്ത മാർക്ക് ചെയ്യുന്നു, അല്ലാത്തത് ചെയ്യുന്നു, പോകുന്നു. ഇങ്ങനെ ഒരു 2 മിനിറ്റ് കൊണ്ട് ഈ ഒരു പേപ്പർ ഫുള്ള് നമ്മൾ കാണണം. അതിൽ ചെയ്യാൻ പറ്റുന്ന ആ കൂടെ തന്നെ ചെയ്തു പോകണം. അങ്ങനെ വേണം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റൗണ്ട് വരുമ്പോഴായിരിക്കണം മുമ്പേ ചെയ്യാൻ ഡൗട്ട് വെച്ചിട്ട് പോയ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആ ഒരു 2 മിനിറ്റ് കൊണ്ട് ഫുൾ പേപ്പർ കണ്ടിട്ട് ബാക്കി ചെയ്യാവുന്നതെല്ലാം ആ കൂടെ തന്നെ പെട്ടെന്ന് വേണം ചെയ്യാൻ. കാരണം പ്രിലിംസ് ആണ്, ടൈം ഒട്ടും കാണുകയില്ല. ഏറ്റവും ലാസ്റ്റ് വേണം RCയും അതുപോലെ തന്നെ പാരാജമ്പിൾ ഉണ്ടെങ്കിൽ അതുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം 1 ലൈനേഴ്സ് ക്വസ്റ്റ്യൻസ് വേണം ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്ഷനിലോട്ട് നമ്മൾ പോകുമ്പോൾ, നെക്സ്റ്റ് സെക്ഷൻ ഇപ്പോൾ ക്വാൺസ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം വന്നിരിക്കുന്ന അരിത്മെറ്റിക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, അതും അരിത്മെറ്റിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സ്കിപ്പ് ചെയ്ത് പോവുക. പെട്ടെന്ന് വേണം സ്കിപ്പ് ചെയ്യാൻ. അരിത്മെറ്റിക് അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ഒരു പൈ ചാർട്ടിൻ്റെ കണ്ടു. അപ്പോൾ DIയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കാം. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
ദെൻ അത് കഴിഞ്ഞിട്ട് DI അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് മിസ്സിംഗ് ആണ്. അതിപ്പോൾ മിസ്സിംഗ് വന്നിരിക്കുന്നതും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, അതവിടെ നിൽക്കട്ടെ. ദെൻ അടുത്ത് വന്നിരിക്കുന്നത് DI ആണ്, അതും അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അത് നമ്മുടെയൊക്കെ വേണ്ട സിംപ്ലിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സിംപ്ലിഫിക്കേഷൻ പെട്ടെന്ന് ഒരു 10 to 15 സെക്കൻഡ്സ് മാത്രമേ ഓരോ ക്വസ്റ്റിനും എടുക്കാവുള്ളൂ. ഇപ്പോൾ മോക്കിൽ കാണുന്ന കൂട്ടല്ല, നമുക്ക് എക്സാം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസി ലെവലായിരിക്കും. അപ്പോൾ വളരെ കുഞ്ഞ് സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ ആയിരിക്കും. അതായത് ഒരു 10 സെക്കൻഡ്സ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ വരും. സോ എന്ത് ചെയ്യുക, 10 സെക്കൻഡ്സിനുള്ളിൽ തന്നെ പെട്ടെന്ന് ചെയ്യുക, ആൻസർ ചെയ്യുക, മാർക്ക് ചെയ്യുക, അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവുക, ആൻസർ വായിച്ച് നോക്കുക. സിംപ്ലിഫിക്കേഷനാണ്, ചെയ്യാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് ചെയ്യുക, പെട്ടെന്ന് ചെയ്യുക, അടുത്തതെന്നു അങ്ങനെ ചെയ്ത് ഇതുണ്ട്. സിംപ്ലിഫിക്കേഷൻസ് ഒരു 10 അടുത്ത ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ, കണ്ടോ? അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും സിംപ്ലിഫിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ എത്രയും സമയം കൊണ്ട് നമ്മളുടെ ആ ഒരു പേപ്പർ കണ്ടു, എന്തൊക്കെയാണ് ആ പേപ്പറിലുള്ളതെന്നുള്ളത് മനസ്സിലായി. ദെൻ അത് കഴിഞ്ഞിട്ട് നേരെ എന്തിലോട്ട് പോവുക, DIയിലോട്ട് പോവുക. ഏതാണ് ചെയ്യാൻ എളുപ്പം? ചിലർക്ക് പൈ ചാർട്ടായിരിക്കും, ചിലർക്ക് ലൈൻ ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ ഏത് വളരെ സിമ്പിൾ DI ആയിരിക്കും നമുക്ക് തരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് DIs ഒക്കെ ആയിരിക്കും തരുന്നത്. വേറെ എക്സ്ട്രാ വാല്യൂസോ PO പോലുള്ള ഒന്നുമല്ല വരുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ആദ്യം തന്നെ എന്ത് ചെയ്യുക, DI എടുത്തു കഴിഞ്ഞിട്ട് ഒരു 1 മിനിറ്റിനുള്ളിൽ ആ ഒരു DI ഡീകോഡ് ചെയ്യുക. ഫുൾ ഡീകോഡ് ചെയ്തതിന് ശേഷം പിന്നീട് ബാക്കി സബ് ക്വസ്റ്റ്യൻസിലോട്ട് പോവുക. അല്ലാണ്ട് ഓരോന്നും ഡീകോഡ് ചെയ്യാൻ നിൽക്കരുത്. ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതനുസരിച്ച് ഡീകോഡ് ചെയ്യാതെ നമ്പർ ഓഫ് എംപ്ലോയീസ് ഹു ട്രാവൽ ബൈ ബസ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്ന് നമ്മൾ കോളം വരച്ചിട്ട് അത് ഫുള്ള് ഡീകോഡ് ചെയ്യുക. ഡീകോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്യുക. ഇപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിന് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അതിൽ ചിലപ്പോൾ 3 ആയിരിക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. 2 ചിലപ്പോൾ കുറച്ചൊരു കാൽക്കുലേറ്റീവ് ആയിരിക്കും. അതവിടെ വിട്ടേക്കുക. അത് വിട്ടിട്ട് പിന്നെ എന്ത് ചെയ്യുക, അടുത്തതിലോട്ട് പോവുക. അടുത്ത DI പൈ ചാർട്ടാണ്. സാധാരണ പൈ ചാർട്ട് അങ്ങനെ ഡീകോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, നേരെ അടുത്ത നമ്മൾ റോങ് നമ്പർ, മിസ്സിംഗ് നമ്പർ വിട്ടിട്ട് പോയിരുന്നു, അതിലോട്ട് വരിക. അത് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് പോവുക, അരിത്തമെറ്റിക്കിലോട്ട് പോവുക. അരിത്തമെറ്റിക്കിൽ ചെയ്യാൻ പറ്റുന്ന പാർട്ട്ണർഷിപ്പ്, മിൽക്ക് റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇതൊക്കെ ടൈം ആൻഡ് സ്പീഡ്, ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. അതൊക്കെ എന്ത് ചെയ്യുക, പറ്റുന്നത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് പറ്റുന്നത് എന്നുള്ളത് നോക്കുക. ചെയ്യാൻ പറ്റുന്ന പാർട്ട്ണർഷിപ്പും ഒക്കെ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അത് ചെയ്ത് നോക്കുക. അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാൻ. ആ ഒരു സ്പീഡിനെസ് ഉണ്ടല്ലോ, ആ ഒരു തിടുക്കം ഇപ്പോൾ മോക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എക്സാം ഹാളിലും ആ ഒരു തിടുക്കത്തോടു കൂടി തന്നെ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം 20 മിനിറ്റ്സിനുള്ളിൽ 35 ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഈസി ടാസ്ക് അല്ല സ്പീഡ് ഇല്ലാത്ത ഒരാൾക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നമ്മളുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. സ്പീഡ് ഇമ്പ്രൂവ് ആകുന്നത് എങ്ങനെയാണ്, ഇതുപോലെ തിടുക്കത്തോടു കൂടി മോക്സ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് സ്പീഡ് ഇമ്പ്രൂവ് ആകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആദ്യം സ്പീഡ് മാത്സ് ചെയ്യുക. സ്പീഡ് മാത്സിൽ തന്നെ സിംപ്ലിഫിക്കേഷൻസ് ആദ്യം ചെയ്യുക. ദെൻ ക്വാഡ്രാറ്റിക് ഉണ്ടെങ്കിൽ അതല്ല എങ്കിൽ മിസ്സിങ് റോങ്ങും ആണെങ്കിൽ ലാസ്റ്റ് ചെയ്താൽ മതി. മിസ്സിങ് ആണെങ്കിൽ ആ കൂടെ തന്നെ ചെയ്യാം, റോങ് ആണെങ്കിൽ ലാസ്റ്റ് ചെയ്താൽ മതി. ദെൻ അത് കഴിഞ്ഞിട്ട് DIയിലോട്ട് പോവുക. DIയിൽ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഉള്ള DI ആദ്യം ചൂസ് ചെയ്യുക. അത് ചെയ്ത് നോക്കുക. ആദ്യം ഡീകോഡ് ചെയ്യുക. ഡീകോഡ് ചെയ്തതിന് ശേഷം ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു DI കാണും. 2 സെറ്റ് DI ആണ് പൊതുവേ ചോദിക്കാറുള്ളത്. അപ്പോൾ അടുത്ത സെറ്റ് DI ചെയ്യാൻ പറ്റുന്നതാണോ നോക്കുക. പറ്റുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡീകോഡ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് അരിത്തമെറ്റിക്കിലോട്ട് പോവുക. ഓക്കെ, ഇങ്ങനെ വേണം പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് റീസണിങ് ആണ്. റീസണിങ് ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്, പസിലാണ്. എന്ത് ചെയ്യുക, അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. അതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള പസിലാണെങ്കിൽ എന്ത് ചെയ്യുക, ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. വളരെ ആദ്യത്തെ ടൈമിൽ തന്നെ നമ്മൾ എന്താവരുത്, അതിൽ ആ ഒരു ലൂപ്പിൽ പെട്ടു പോകരുത്. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാൻ പറയുന്നത്. സ്കിപ്പ് ചെയ്ത് കളയുക. അടുത്ത് വന്നിരിക്കുന്നത് സിലോജിസമാണ്. ഞാൻ പൊതുവേ സിലോജിസമാണ് ആദ്യം ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ പേപ്പറിൽ സിലോജിസം ഉണ്ടോ എന്ന് ഞാൻ തപ്പാറുണ്ട്. അപ്പോൾ എനിക്ക് സിലോജിസം വന്നതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ആ സിലോജിസം മൊത്തം കംപ്ലീറ്റ് ചെയ്യും. കോൺസിക്യൂട്ടീവ് ആയിട്ട് 2 to 3 ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു പസിലാണ്. അത് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി ഒരു കോഡിംഗ് ആണ് വന്നിരിക്കുന്നത്. ഒരു അറേഞ്ച്മെൻറ്റ് ടൈപ്പാണ് വന്നിരിക്കുന്നത്. എന്ത് ചെയ്യുക, മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു, സ്പീഡിൽ പോയി വന്നിരിക്കുന്നത്. പിന്നെ ബ്ലഡ് റിലേഷനാണ്, സ്കിപ്പ് ചെയ്യുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് ചെയ്യാം. ദെൻ വന്നിരിക്കുന്നത് എന്താണ്, ഒരു പസിലാണ് വന്നിരിക്കുന്നത്. സ്കിപ്പ്
സ്കിപ്പ് ചെയ്യുക. ഇത് ഡയറക്ഷനാണ്. ഡയറക്ഷനൊക്കെ പൊതുവെ എളുപ്പമായിരിക്കും, അതായിരിക്കും ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വരച്ച് അത് ചെയ്യുക. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന കോഡിംഗ് ആണ്. കോഡിംഗ് കുറച്ചൊരു നമ്മൾ ട്രിക്കിയാണ്, അതവിടെ നിൽക്കട്ടെ. ഇത്രയും കണ്ടു. ഇത്ര സമയത്തിനുള്ളിൽ തന്നെ, ഒരു 1 മിനിറ്റിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പേപ്പർ ഫുള്ള് കണ്ടു. പേപ്പർ ഫുള്ള് കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഇനി വരിക, നമ്മൾ സിലോജിസം ചെയ്തു. സിലോജിസം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, സ്ക്വയർ ടേബിളാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, അത് പെട്ടെന്ന് ചെയ്യുക. 1 മിനിറ്റിനുള്ളിൽ ഒന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് പറ്റുന്നതാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഇച്ചിരി സിമ്പിളായിട്ട് തോന്നി. എന്ത് ചെയ്യുക, ഒരു മൺഡേ ട്യൂസ്ഡേ, ഓക്കെ, വീക്ക് ബേസ് ചെയ്തിട്ടുള്ള പസിലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് പെട്ടെന്ന് ചെയ്യുക. ഒരു 2 മിനിറ്റ്സിൽ കുറവ് താഴെ, 2 മിനിറ്റ്സിൽ താഴെ മാത്രമേ പസിൽസിനും സിറ്റിങ്ങിനും ഒക്കെ എടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ റീസണിങ് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അത്രയും സ്പീഡ് ഉള്ളവർക്കൊക്കെ റീസണിങ്ങിൽ സമയം എന്താണ് ബാക്കി കിടക്കുമായിരിക്കും. കാരണം എന്താണ്, നിങ്ങൾക്ക് അത്രയും സ്പീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വായിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് വായിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ എബോവിനോ പകരം ബിലോ വായിച്ചു കഴിഞ്ഞാൽ ഫുൾ നമ്മളുടെ ആ ഒരു അറേഞ്ച്മെൻറ്റേ തെറ്റിപ്പോവും. അതുകൊണ്ട് അത് സൂക്ഷിച്ച് വായിക്കുക. സോ ഇങ്ങനെ വേണം പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയുള്ള ടൈമിൽ, ആ ഒരു എക്സാം ടൈം എപ്പോഴാണോ ആ ടൈമിൽ വെച്ച് ഇങ്ങനെ പേപ്പർ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സ്പീഡ്, അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ സ്പീഡ് ഒരു തടസ്സമാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ സ്പീഡ് ഉറപ്പായിട്ട് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.